കരിവെള്ളൂർ പുത്തൂർ സ്വദേശി രതീഷ് കോളിയാട് എന്ന യുവചിത്രകാരൻ. കാൽപ്പനികതയും അത്യാധുനികതയും കൂടിക്കലർന്ന രചനാരീതിയാണ് രതീഷ് തന്റെ സൃഷ്ടികളിൽ അവലംബിക്കുന്നത്. ചിത്രകലയുടെ ആവിർഭാവം മുതൽക്കേ ഓരോ സൃഷ്ടികൾക്കായി കല്ലും മരവും തുണിയും എന്തിന് ചുമരുകൾ പോലും ക്യാൻവാസായി മാറിയിട്ടുണ്ട്. പൗരാണികതയെ ചുമരുകളിൽ കോറിയിട്ട് നൂറ്റാണ്ടുകൾക്കിപ്പുറത്തെ ആസ്വാദകരെ പോലും വിസ്മയിപ്പിച്ച മഹാരഥന്മാരുടെ നാട് കൂടിയാണിത്. അതേ കലയുടെ ലോകത്ത് പുതിയ രചനാരീതിയും പുതിയ ക്യാൻവാസും ഒരുക്കി കാഴ്ചക്കാരിൽ ഭാവനയുടെ സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഈ കലാകാരനെ പരിചയപ്പെടുക. കരിവെള്ളൂർ പെരളം പഞ്ചായത്തിലെ പുത്തൂരുള്ള രതീഷ് കോളിയാട്ടുന്ന ഈ 30കാരൻ തന്റെ സൃഷ്ടികളെ പുറത്തേക്ക് ആവാഹിക്കുന്നത് ഗ്ലാസ് പെയിന്റിങ്ങിലൂടെയാണ്. അവകാശപ്പെടാൻ തക്ക ഒരു ശൈലിയും വെച്ച് പുലർത്താതെയാണ് രതീഷ് ചിത്രങ്ങളെ ഗ്ലാസിലേക്ക് കോറിയിടുന്നത്. കാൽപ്പനികതയിൽ തുടങ്ങി ഉത്തരാധുനികതയിലേക്ക് വരെ എത്തി നിൽക്കുന്ന ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ കലാകാരന്റെ തീക്ഷ്ണ മോഹങ്ങളുടെ അർത്ഥതലങ്ങളെയാണ്. പുരാണ കഥാപാത്രങ്ങളും ഗുരുവായൂർ കേശവനും കേരള രാഷ്ട്രീയത്തിലെ അധികായന്മാരുടെ പോർട്രേറ്റുകളും പ്രകൃതി ദൃശ്യങ്ങളും ഇതേ രീതി രതീഷ് ഗ്ലാസിലേക്ക് പകർത്തിയെടുക്കുന്നു. ഗോൾഡൻ ലൈനർ ഇട്ട് തീർത്ത നർത്തകിയുടെയും ദേവദാസിയുടെയും ചിത്രങ്ങളാണ് കൂട്ടത്തിൽ മിഴിവേകി നിൽക്കുന്നത്. മറ്റു ക്യാൻവാസുകളെ പോലെ അലസമായി കൈകാര്യം ചെയ്യാനാകുന്ന ഒന്നല്ല ഗ്ലാസിലേക്ക് വർണ്ണക്കൂട്ടുകൾ ചാലിക്കുക എന്നത്. സൂക്ഷിച്ചില്ലെങ്കിൽ പൂർത്തിയായ ചിത്രം താഴെ വീണ് ഉടഞ്ഞത് തന്നെ. സ്കൂൾ പഠനകാലത്ത് കണ്ടെത്തിയ ചിത്രരചനയിൽ പക്ഷേ ഈ യുവാവിന് ചൂണ്ടിക്കാണിക്കാനായി ഒരു ഗുരുസ്ഥാനീയനില്ല. സ്വന്തം കഴിവിനെ സ്വപ്രയത്നത്താൽ പരിപോഷിപ്പിച്ചെടുക്കുക മാത്രമാണ് രതീഷ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് പെയിൻറ്റിങ് തിരഞ്ഞെടുക്കാനുള്ള കാരണം അലുമിനിയം ഫാബ്രിക്കേഷനാണ് എൻ്റെ പ്രൊഫഷണൽ. അപ്പോൾ ഇഷ്ടംപോലെ പീസ് ഗ്ലാസ്സുകൾ കിട്ടും. അപ്പോൾ എനിക്ക് ഒരു വെറൈറ്റി തോന്നി, മറ്റാരും ചെയ്യാത്തൊരു ഫീൽഡാണ്. അതുകൊണ്ടാണ് ക്യാൻവാസ് ഗ്ലാസ്സായി തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ജീവിത പ്രാരാബ്ധത്തിനിടയിൽ മുഴുവൻ സമയവും കലയ്ക്കായി മാറ്റിവെക്കാൻ സാധിക്കാത്ത ഒരു പോരായ്മ മാത്രമാണ് രതീഷിൽ കാണാനുള്ളത്. ചീമേനി സ്വാമിമുക്കിൽ ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുകയാണ് ഇയാളിപ്പോൾ. രജിതയാണ് ഭാര്യ, തീർത്ത ഏക മകളും.